ഈ ഓണത്തിന് കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞൊരുക്കിയ സിനിമയായി കുതിക്കുകയാണ് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം. ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനുമായി മുന്നേറുകയാണ് ചിത്രം. വരും ദിവസങ്ങളിൽ ഇനിയും കളക്ഷൻ ഉയരാനാണ് സാധ്യത. ആരാധകർക്കുള്ള ലാലേട്ടന്റെ സമ്മാനം തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ. പ്രേക്ഷകരുടെ ഹൃദയം തൊട്ടും ചിരിപ്പിച്ചും ബോറടിപ്പിക്കാതെ അങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വത്തെ ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതും അങ്ങനെയാണ്. കൊച്ചിയിൽ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുകയാണ് സന്ദീപ് ബാലകൃഷ്ണൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം. ഹൃദയത്തിന് ചില തകരാറുള്ള സന്ദീപ് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. വിജയകരമായ ആ ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഒരു പുതിയ ഹൃദയം അയാളിൽ മിടിച്ചു തുടങ്ങുകയാണ്. തുടർന്ന് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മുന്നോട്ടുള്ള ഓരോ യാത്രയും. മാത്രമല്ല, അയാളിലുള്ള ആ ഹൃദയത്തെ തേടി ചില പ്രിയപ്പെട്ടവർ കൂടി സന്ദീപിന്റെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അയാളുടെ ജീവിതത്തിന് പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. പുതിയ ഹൃദയത്തിന് മുമ്പും ശേഷവുമായി സന്ദീപിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കൂളായ ഒരു ലാലേട്ടനെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. സന്ദീപ് എന്ന കഥാപാത്രത്തിന്റെ പരിങ്ങലുകളും കൺഫ്യൂഷനും എല്ലാം ഏറ്റവും രസകരമായ ഭാവത്തിൽ തന്നെ മോഹൻലാലിൽ കാണാൻ സാധിക്കും. ഈ ചിത്രത്തിന്റെ രസച്ചരട് എന്ന് പറയുന്നത് സന്ദീപ് ജെറി കോംബോ തന്നെയാണ്. ആ രസച്ചരട് തന്നെയാണ് പ്രേക്ഷകരെ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട്. മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള ആ കെമിസ്ട്രി ചിത്രത്തിലുടനീളം ഗുണം ചെയ്യുന്നുണ്ട്. അച്ഛന്റെ ഓർമ്മകളെ ഏറ്റവും തീവ്രമായി ചേർത്ത് പിടിക്കുന്ന ഹരിതയായി മാളവികയും മികച്ച പ്രകടനമാണ് ഹൃദയപൂർവ്വത്തിൽ കാഴ്ചവെക്കുന്നത്. സംഗീതയും സിദ്ദിഖും അവരവരുടെ വേഷങ്ങൾ മികച്ചതാക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാടിനൊപ്പം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയായിരുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പല കാലങ്ങളിൽ മലയാളി നെഞ്ചിലേറ്റിയ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ആ കോംബോയുടെ പുതിയ ചിത്രം പ്രേക്ഷകർക്കും ഒരു ഓണ സമ്മാനം തന്നെയാണ്. ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ബോക്സ് ഓഫീസിലും ആ ചലനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മോഹൻലാലിന്റെ സമീപകാല വിജയങ്ങളുടെ ലിസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം ഇടം പിടിക്കുന്നുവെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കണക്കുകൾ പ്രകാരം ആദ്യ 3 ദിനങ്ങളിൽ നിന്ന് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ കളക്ഷൻ 8 കോടിക്ക് മുകളിലാണ്. ഞായറാഴ്ചയും ചിത്രത്തിന് മികച്ച കളക്ഷനാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യ 3 ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 8 കോടിയാണ്. അതേസമയം വിദേശ മാർക്കറ്റുകളിലും മികച്ച പ്രതികരണം ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് മാത്രം $1 മില്യൺ മുകളിൽ വിദേശത്തു നിന്നും ഹൃദയപൂർവ്വം നേടി. ഇത് ഏകദേശം 9 കോടിക്ക് മുകളിൽ വരും. അങ്ങനെ ആദ്യ 2 ദിവസത്തെ ഹൃദയപൂർവ്വത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കൂട്ടുകയാണെങ്കിൽ 16 കോടിക്ക് മുകളിൽ വരും. ഇതിൽ മറ്റ് കണക്കുകൾ കൂടി വരുമ്പോൾ ഇതിലും ഉയരുന്ന സാധ്യത തന്നെയാണ് കാണുന്നത്. ഞായറാഴ്ച വരെയുള്ള ആദ്യ വാരാന്ത്യ ദിനങ്ങളിലും പിന്നീടുള്ള ഓണം അവധിയുമെല്ലാം ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം തുടരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്തായാലും ഈ ചിത്രം 100 കോടി അടിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ട മറ്റൊരു ആകാംക്ഷ. എന്തായാലും ഹൃദയപൂർവ്വം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.